പോഷകങ്ങളുടെ കലവറയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതും ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സിമ്പിൾ ഉപ്മാവാണ്. ഈ ഉപ്മാവ് തയ്യാറാക്കാനായി സ്റ്റീൽ കട്ട് ഓട്സാണ് എടുത്തിട്ടുള്ളത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങിക്കാൻ കിട്ടും. സ്റ്റീൽ കട്ട് ഓട്സ് 1 കപ്പ് നല്ലപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിനെ അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടായി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങ ഇല, സവാള ചെറുതായി മുറിച്ചത്, ബീൻസ്, പച്ചമുളക്. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ക്യാരറ്റും ചേർത്ത് ക്യാരറ്റും ബീൻസും സവാളയും മുരിങ്ങയിലയും പച്ചമുളകെല്ലാം ഒന്ന് വാടി വരണം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ച നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് വറുത്തെടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് വെച്ച സ്റ്റീൽ കട്ട് ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച സ്റ്റീൽ കട്ട് ഓട്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പോഷകങ്ങളുടെ കലവറയായ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് ഉപ്മാവ് റെഡിയായി. പ്രോട്ടീൻ റിച്ച് ഉപ്മാവ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.